Hi children, how are you? All are doing well. Okay, have you got textbook? In our previous class, we began to discuss three questions. Our first lesson in our honeycomb. Who is the writer? Yes, Leo Tolstoy. And last part we already seen that. Can you recall the story? Yes, last part we already seen that bearded man felt better and he went away from our hermit's hut. And before that, he made allegiance with our king. Isn't it? He made peace with the king and he went away. After that, what happened? King repeated his questions to get answers. And did he get answer? What is the reply of hermit? Yes, hermit told you had your questions had been answered. And king was really surprised. He didn't get answers. Why hermit told so? So he repeated again. I couldn't understand what you are telling. Hermit, you please explain. So in our lesson, last page, you can see that page number 15. Today we are going to discuss this portion. I am going to explain that one. What is the remaining story or how hermit answered the questions of our king. Isn't it? Okay. Listen. And firstly, in the page you can see hermit told you have already been answered. നിന്റെ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ കിട്ടി കഴിഞ്ഞു എന്നാണ് ഹെർമിറ്റ് പറയുന്നത്. How have I been answered? I didn't get answer. What do you mean? King asked. Do you not see? Hermit once again he asked one more question. Do you not see your answers? If you had not pitied my weakness yesterday, had not dug these beds for me, you would have gone away. What is the answer told hermit? If you had not pitied me yesterday, when I am doing hard work, you already pitied. അപ്പം നിനക്ക് എന്നോട് സഹതാപം തോന്നി ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഹെർമിറ്റ് ഈസ് എ ബീയിങ് എൻ ഓൾഡ് മാൻ വെൻ ഹി വാസ് ഡൂയിങ് ഹാർഡ് വർക്ക് king felt sympathy. So what did king do? King asked the spade and king began to help hermit. അപ്പോൾ നമ്മുടെ ഹെർമിറ്റ് പറയാണ് ഇഫ് യു ഹാഡ് നോട്ട് പിറ്റീഡ് യെസ്റ്റർഡേ വാട്ട് വുഡ് ഹാവ് ഹാപ്പൺ? എന്ത് സംഭവിക്കുമായിരുന്നു? ലിസൺ ഹിയർ, യു വുഡ് ഹാവ് ഗോൺ അവേ. സഹതാപമൊന്നും തോന്നിയിട്ടില്ലെങ്കിൽ നീ തിരിച്ചു പോകുമായിരുന്നു. ആൻഡ് ഓൺ ദ വേ വാട്ട് വിൽ ഹാപ്പൺ? ഓൺ ദ വേ ദ ബിയർഡഡ് മാൻ വാസ് ഹൈഡിങ് ദ expecting for your return and definitely he will attack you. അല്ലേ? അപ്പോൾ നമ്മൾ ഓൺ ദ വേയിൽ വഴിയിൽ ബിയേർഡഡ് മാൻ, നമ്മളെ എനിമി ആയിട്ടുള്ള ബിയേർഡഡ് മാൻ കാത്തു നിൽക്കുമായിരുന്നു. അപ്പോൾ എന്നെ സഹായിക്കാണ്ട് തിരിച്ചു പോവുകയായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി യു മേ ബി അറ്റാക്ക്ഡ്, നിനക്ക് ആക്രമണം നേരിടേണ്ടതായിട്ട് വരുമായിരുന്നു. ദെൻ ദാറ്റ് മാൻ വുഡ് ഹാവ് അറ്റാക്ക്ഡ് യു. ക്യാൻ യു ക്ലിയർ? സിറ്റുവേഷൻ ക്ലിയർ ആണോ? ആൻഡ് യു വുഡ് ഹാവ് വിഷ്ഡ് യു ഹാഡ് സ്റ്റേഡ് വിത്ത് മീ. പക്ഷേ നീ എന്താ ചെയ്തത്? യു സ്റ്റേഡ് വിത്ത് മീ എസ്റ്റർഡേ ഇൻസ്റ്റെഡ് ഓഫ് റിട്ടേൺ. തിരിച്ചു പോവാണ്ട് നീ എൻ്റെ കൂടെ തങ്ങി ഇവിടെ തന്നെ നിന്നു. ദെൻ സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈം. സോ ഹി ബിഗാൻ ടു ആൻസർ ദ ക്വസ്റ്റ്യൻസ്. സോ വി നോ ദാറ്റ് ദീസ് ആർ ദ ക്വസ്റ്റ്യൻസ് ഓഫ് അവർ കിങ്. കിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ഇതൊക്കെയാണ്. വാട്ട് ഈസ് ദ റൈറ്റ് ടൈം? സോ the most important time was when you were digging with me, digging the beds. And I was the most important man. And to do me good was your most important business. അപ്പോൾ ഇന്നലത്തെ എസ്റ്റർഡേയുടെ കാര്യം ഓർക്കുമ്പോൾ നീ ചെയ്ത എന്നെ ഹെൽപ്പ് ചെയ്തതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ആ സമയമാണ് എന്ത്? മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈം. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈം വാസ് വെൻ യു വർ ഡിഗിങ് ദ ബെഡ്സ്. എന്നെ ഹെൽപ്പ് ചെയ്ത് ഇവിടെ നിന്ന് ആ ടൈം, ഹെൽപ്പ് ചെയ്ത ടൈമാണ് എസ്റ്റർഡേസ് ബെസ്റ്റ് ടൈം. ആൻഡ് എസ്റ്റർഡേസ് പേഴ്സൺ, നിനക്ക് ഏറ്റവും നീ ലിസൺ ചെയ്യേണ്ടത് ആരെയാണ് നീ കൂടുതൽ ശ്രദ്ധ കൊടുത്തത്? എന്നെയാണ് നീ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയത്, അല്ലേ? ആൻഡ് ഐ വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മാൻ. അപ്പം ഞാനായിരുന്നു നിനക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തി. ആൻഡ് ടു ഡു മീ ഗുഡ്, എനിക്ക് വേണ്ടി നല്ലത് ചെയ്തു എന്നുള്ളതാണ് നല്ല പ്രവൃത്തി നീ ചെയ്തത്. സോ വൺസ് your questions have been answered. Thus your questions got answered. Answer.
ഇപ്രകാരം ഇന്നലത്തെ പ്രവൃത്തിയിൽ നിന്റെ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ കിട്ടി. ദെൻ വാട്ട് അബൌട്ട് ടുഡേയ്സ് മാറ്റർ? ആഫ്റ്റർവേർഡ്സ് അതിനുശേഷം എന്ത് സംഭവിച്ചു? വെൻ ദ മാൻ റാൻ ടു അസ്, ഹു വാസ് ദാറ്റ് മാൻ? യെസ്, ബിയർഡഡ് മാൻ. The most important time was when you were caring for him. പിന്നെ നീ ആ ഓടി വന്ന ആളെ നീ കെയർ ചെയ്തു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് ഇഫ് യു ഹാഡ് നോട്ട് ഡ്രസ്ഡ് ഹിസ് വൂൺസ് ഹി വുഡ് ഹാവ് ഡൈഡ് വിതൗട്ട് having made peace with you. So he was the most important man, and what you did for him was the most important business. അപ്പോൾ ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെയാണ്? Remember then, there is only one time that is important, that time is now. So what the hermit is proving, according to each situation, these answers may be varying. ഇപ്പം ഇന്നലത്തെ പ്രവൃത്തി വെച്ച് നോക്കുമ്പോൾ എന്നെയായിരുന്നു നീ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആയിട്ട് കണ്ടത് അല്ലേ? ഇപ്പം ടുഡേയ്സ് മാറ്റർ, വെൻ വി ആർ തിങ്കിങ് അബൌട്ട് ടുഡേയ്സ് മാറ്റർ, യുവർ wounded man, actually even if he was his enemy, that wounded man was the important person for you. ഇന്നത്തെ കാര്യം എന്ന് വെച്ച് ഇന്നത്തെ കാര്യം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വൂണ്ടഡ് മാനെ ആയിരുന്നു നമ്മളുടെ രണ്ടാമതായിട്ട് നീ ഹെൽപ്പ് ചെയ്തത്. ആരെയാണ്? വൂണ്ടഡ് മാനെയാണ് ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ വൂണ്ടഡ് മാൻ ആയി ഇമ്പോർട്ടൻ്റ് പേഴ്സൺ. സോ ഇൻ ഷോർട്ട് വാട്ട് ഹെർമിറ്റ് ഈസ് ടെല്ലിങ് that we can see in the next paragraph. അപ്പോൾ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചും ഇതിൻ്റെ these answers may be varying. So remember then, ഷോർട്ട് ആക്കി പറയാണ്. Basically we can say there is only one time. What is the right time എന്നുള്ളതാണ് കിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ. So there is only one time that is important. That time is now. അപ്പം ഇനി ഏതാണ് നല്ല സമയം എന്ന് ആലോചിച്ച് നടക്കേണ്ട ഒരു കാര്യവുമില്ല. വാട്ട് ഈസ് ദ റൈറ്റ് ടൈം ഫോർ എവ്രി വൺ, ഫോർ ഈച്ച് ആൻഡ് എവ്രി പേഴ്സൺ? റൈറ്റ് ടൈം ഈസ് നൗ ഇറ്റ്സെൽഫ്. ഇത് തന്നെയാണ് നല്ല പ്രവൃത്തി. സോ യു ഡോണ്ട് എക്സ്റ്റെൻഡ് എനിത്തിങ് ഫോർ, ഡോണ്ട് പോസ്റ്റ്പോൺ എനിത്തിങ് ഫോർ നെക്സ്റ്റ് ഡേ. യു ഡോണ്ട് വെയിറ്റ് ഫോർ ഫ്യൂച്ചർ. ടുഡേ നൗ ഇറ്റ്സെൽഫ് ദ ബെസ്റ്റ് ടൈം. അപ്പോൾ ഒരു പ്രവൃത്തി ചെയ്യാനോ ഇന്ന് നല്ല സമയമല്ല ഹോംവർക്ക് ചെയ്യാൻ, നാളത്തേക്ക് മാറ്റി വയ്ക്കാം. ഇസ് ഇറ്റ് കറക്റ്റ്? നോ. അവർ ഹെർമിറ്റ് ടോൾഡ് us then now itself is the best time for doing everything. എന്ത് ചെയ്യണമെങ്കിലും ഈ സമയമാണ് ബെസ്റ്റ് ടൈം. ഓക്കെ. And what is the next question? It is the most important time because it is the only time we have any power to act. You don't wait for next day. Don't think about tomorrow's. Now itself the best time. Now we have the power to act. ഇപ്പോഴാണ് നമുക്ക് എന്തും ചെയ്യാനുള്ള ശക്തി ഉള്ളത്, പവർ ഉള്ളത്. സോ വി ഹാവ് ടു യൂസ് അവർ പവർ. വി ഷുഡ് യൂസ് അവർ പവർ. സോ യു ഷുഡ് ബി vigilant. Now itself is the best time for doing everything. King got correct answer for his first question. And what about next question? The most necessary person. ആരെയാണ് ഞാൻ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്? ആരുടെ വാക്കുകളാണ് കേൾക്കേണ്ടത്? The most important person is the person you are with a particular moment. A person who is with you. ഏത് പേഴ്സൺ ആണോ നിൻ്റെ കൂടെ ഉള്ളത് പെർട്ടിക്കുലർ മൊമെൻറ്റിൽ, ദാറ്റ് പേഴ്സൺ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഫോർ യു. അപ്പോൾ ഫസ്റ്റ് കേസിൽ ഹെർമിറ്റ് വുഡ് ബിക്കം ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ. ഇൻ ദ സെക്കൻഡ് സിറ്റുവേഷൻ വൂണ്ടഡ് മാൻ വാസ് ദ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ. ശ്രദ്ധിക്കേണ്ടത് ആരെയായിരുന്നു? വൂണ്ടഡ് മാനെ ആയിരുന്നു. ഫസ്റ്റ് കേസിൽ ഹെർമിറ്റിനെ ആയിരുന്നു. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ വാസ് ദ പേഴ്സൺ ഹൂ ഈസ് വിത്ത് യു. ആരാണോ നിൻ്റെ കൂടെയുള്ളത് അയാളെയാണ് നീ സഹായിക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് വൺ മോർ എക്സ്പ്ലനേഷൻ. ഫോർ നോ വൺ നോസ് വാട്ട് വിൽ ഹാപ്പൺ ഇൻ ദ ഫ്യൂച്ചർ. നമുക്കറിയില്ല ഇനി നാളെ എന്താ സംഭവിക്കുന്നത്. ആൻഡ് വെദർ വി വിൽ മീറ്റ് എനി വൺ എൽസ്. ഇന്ന് കണ്ട ആളുകളെ ദർ ഈസ് നോ സർട്ടനിറ്റി. isn't it? We can see the same person tomorrow. There is no certainty. So the most important business is to do that person good. Last, what is the most important thing I have to do? What is the business I have to do? You have to do best for the needy person. You should do best thing, necessary thing for the needy
person. ആർക്കാണോ അത്യാവശ്യമായിട്ട് നീ എന്ത് ചെയ്തു കൊടുക്കാനുള്ളത്, പ്രവൃത്തി ചെയ്തു കൊടുക്കാനുള്ളത്, that is the most important business. The most important business is to do that person good, because we were sent into this world for that purpose only. Send it alone. So last is a conclusion line. Our Leo Tolstoy, our writer, already reminded us for what purpose God sent us here. For doing what the best thing in this world. So you have to do, always you have to do good things, then only we can make our world a better one. That is our story. Nextly we can discuss the question answer part. Children, first comprehension check, you can see only 2 questions are given there. That is very simple one. You have to read and find out its answer. First question, why did the king want to know answers to these 3 questions? That is the first question. And second one, messengers were sent out messengers were sent throughout the kingdom. And you can see 4 options. You read all options and just try to find out which one may be the correct answer. After that, you can see comprehension check in your book. You can see that complete the following sentences by adding the appropriate parts of the sentence given in the box. Just below you can see one box, and above that one incomplete sentences. How can you do that one? Read your lesson very well, so you will get the answer. ഒന്നും ചെയ്യാനില്ല, ലെസൺ നന്നായിട്ട് വായിച്ചു കഴിഞ്ഞാൽ ആ സെൻറ്റൻസിൻ്റെ റിമൈനിങ് പോർഷൻ ബിലോ കൊടുത്തിരിക്കുന്ന ബോക്സിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഫോർ വൺ എക്സാമ്പിൾ, മെനി വൈസ് മെൻ ആൻസേർഡ് ദ കിങ്സ് ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് ബോക്സ് you can see its remaining portion. What is the right one? But their answers were so varied that the king was not satisfied. Likewise, you have to complete the remaining ones. Next one, working with the text. Question answers. Answer the following questions. What is the first question? Why was the king advised to go to magicians? എന്തുകൊണ്ടാണ് കിങ്ങിനോട് മെജീഷ്യൻ്റെ അടുത്തേക്ക് പോവാൻ ആവശ്യപ്പെടുന്നത് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ ആൻസർ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൂസ് അഡ്വൈസ് ഡിഡ് ദ പീപ്പിൾ സേ വുഡ് ബി ഇമ്പോർട്ടൻറ്റ് ടു ദ കിങ്? സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ആരുടെയൊക്കെ അഡ്വൈസുകളാണ്, ആരുടെ വാക്കുകളാണ് നമ്മളുടെ കിങ് കേൾക്കേണ്ടത് എന്നാണ് സെക്കൻഡ് ക്വസ്റ്റ്യന്. ആ സെക്കൻഡ് ക്വസ്റ്റ്യന് വാട്ട് ആർ ദ ആൻസേഴ്സ് ഹി ഗോട്ട്? ദറ്റ് ഈസ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. And third question, what suggestions were made in answer to the third question? തേർഡ് ക്വസ്റ്റ്യന് ഏത് ആൻസറാണ്, ഏതൊക്കെ ആൻസേഴ്സാണ് കിട്ടിയത്? ഫോർത്ത് ക്വസ്റ്റ്യൻ, ഡിഡ് ദ വൈസ് മെൻ വിൻ ദ റിവാർഡ്? Win the reward? No, we know. If not, then why? Wise men brought different answers. And did they get a reward എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ വൈസ് മെൻ ഒരുപാട് ആളുകൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, അവർക്ക് റിവാർഡ് കിട്ടിയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ കിങ് ആൻഡ് ദ ഹെർമിറ്റ് ഹെൽപ്പ് ദ wounded man? You read your book and you have find out, try to write down your own answers. Next question, sixth one, who was the bearded man? Next one, sixth question carries 2 questions. Why did he ask for the king's forgiveness? എന്തുകൊണ്ടാണ് ആ ബിയേർഡഡ് മാൻ നമ്മുടെ കിങ്ങിനോട് ക്ഷമാപണം നടത്താൻ കാരണം? സെവൻത് ക്വസ്റ്റ്യൻ, ദ കിങ് forgave the bearded man. gave pardon, മാപ്പ് കൊടുത്തു. What did he do to show his forgiveness? എന്തൊക്കെയാണ് മാപ്പ് കൊടുത്തു എന്നുള്ളതിന് ക്ഷമാപണം നടത്തിയപ്പോൾ നമ്മൾ ഫോർഗീവ്നെസ്, ഹി വാസ് റെഡി ടു ഗീവ് ഫോർഗീവ്നെസ്, അത് എങ്ങനെയൊക്കെ നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് കിങ് ചെയ്തത്? എയ്ത്ത് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ക്വസ്റ്റ്യൻ വി ഡിസ്കസ്ഡ് ടുഡേയ്സ് ക്ലാസ്. വാട്ട് were the hermit's answers to the 3 questions? Write each answer separately. Which answer do you like most and why? അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമ്മുടെ ഹെർമിറ്റിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണ്, പിന്നെ അത് മാത്രമല്ല ആൻഡ് വിച്ച് ആൻസർ ആൻഡ് വിച്ച് വൺ ഡു യു ലൈക്ക് മോസ്റ്റ്? 3 ആൻസറിൽ ഏത് ആൻസറാണ് നിങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഗിവ് യു ഹാവ് ടു പ്രൂവ് ദറ്റ് വൺ. റീസൺ ഓൾസോ യു ഹാവ് ടു റൈറ്റ് ഡൗൺ.
So it is better you read textbook very well and go through these questions. Try to write down your own answer. Anyway, I will send the correct answer, but later only you have to check with your answer. Okay, it is better. And after that you can see working with the language. It is a very simple one. Match the following ആണ് എ ബി പറഞ്ഞിട്ട് മാച്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നിങ്ങളതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. വൂണ്ടഡ് എന്നുള്ളതാണ് ഫസ്റ്റ് വൺ ആൻഡ് വിച്ച് മേ ബി ദ കറക്റ്റ് ആൻസർ. വൂണ്ടഡ് എന്നുള്ളതിൻ്റെ നെക്സ്റ്റ് ബി കോളം യു ക്യാൻ സീ സിവിയർലി വൂണ്ടഡ്, സിവിയർലി ഇഞ്ചേർഡ് എന്നുള്ള മീനിങ് കാണാം. ലൈക്ക് വൈസ് യു ഹാവ് ടു ജസ്റ്റ് റീഡ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദി similar word meaning. Okay, match the following. After that you can see ask you to write down, use the better form. Each of the following sentences has two blanks. ഒരു സെൻറ്റൻസിൽ 2 blank spaces ഉണ്ടായിരിക്കാം. Fill in the blanks with appropriate forms of the word given in the bracket. One example already given there. അപ്പോൾ എക്സാമ്പിൾ നന്നായിട്ട് വായിച്ചു നോക്കുക. എന്നിട്ട് പ്രോപ്പർ ആയിട്ടുള്ള വേർഡ് നിങ്ങൾ യൂസ് ചെയ്യുക. വേർബിൻ്റെ ഒരു വേർഡിൻ്റെ പ്രോപ്പർ ഫോം നിങ്ങൾ യൂസ് ചെയ്യുക. വൺ എക്സാമ്പിൾ ഈസ് ഓൾറെഡി ഗിവൺ. ഹി ഹാസ് ഡാഷ് ടു ഹെൽപ്പ് മീ. ഡു യു തിങ്ക് ഹി വിൽ റിമെമ്പർ ഹിസ് ഡാഷ്? എൻ്റെ ബ്രാക്കറ്റിൽ എന്താ കൊടുത്തിരിക്കുന്നത്? പ്രോമിസ് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഹി ഹാസ് പ്രോമിസ്ഡ് എന്നാണ് ഫസ്റ്റ് ആൻസർ. പ്രോമിസിൻ്റെ ഫസ്റ്റ് പ്രോമിസ്ഡ് എന്നുള്ള വേർബ് ഫോം യൂസ് ചെയ്തു. ടു ഹെൽപ്പ് മീ. ഡു യു തിങ്ക് ഹി വിൽ റിമെമ്പർ ഹിസ് പ്രോമിസ്? രണ്ടാമത്തത് എന്തായി? പ്രോമിസ് നൗണായി. അപ്പോൾ ഒരേ വേർഡിൻ്റെ തന്നെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂസേജസ് ആണ്. സംടൈംസ് ഇറ്റ് മേ ബി വേർബ് ഫോം and otherwise we can see we are using it's a noun form. So you have to just you try to find out the different form of the verb given in bracket. If you didn't get you can refer the answer what I am going to send. Okay, anyway we already completed our lesson. After that you can see one diary entry. Next page you can see one diary entry. Speaking and writing പറഞ്ഞൊരു കോളം കൂടിയുണ്ട്. അതിനകത്ത് എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? യു ഹാവ് ടു ഡു റീഡ് ദ ഇൻസ്ട്രക്ഷൻ വെരി വെൽ. വാട്ട് ഈസ് ദ ഇൻസ്ട്രക്ഷൻ? ഇമാജിൻ യു ആർ ദ കിങ് ആൻഡ് narrate the incident of your meeting the hermit. Next situation you have to imagine as the hermit and imagine you are the hermit. Write briefly the incident. അപ്പോൾ രണ്ട് സംഭവം. ഒന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക കിങ് ആയിട്ട്. നെക്സ്റ്റ് ഒക്കേഷനിൽ ജസ്റ്റ് യു ഹാവ് ടു ഇമാജിൻ ആസ് ദി hermit and narrate the incident. Okay, anyway you have to read textbook very well and you have to write down question answers, and if you have any doubt you can ask. Okay.